ഗൈസ്, ഈ കറി കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതാണ് നമ്മുടെ കൂന്തൽ റെസിപ്പി. അടിപൊളിയായിരുന്നു. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല, ബട്ട് ഐ വിൽ ലൈക്ക് ഇറ്റ്. അപ്പോൾ നമ്മുടെ കഴുകി വെച്ച കൂന്തലൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടത് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, ടൊമാറ്റോ, അതുപോലെ തന്നെ സവാള, പിന്നെ പച്ചമുളക് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, നമുക്കിനി ഇതെല്ലാം കുനുകുനുകുനാ നമുക്ക് അരിഞ്ഞെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചാൽ പിന്നെ നമ്മുടെ സ്ഥിരം പരിപാടിയായ നമ്മുടെ കടുക് ഇടുക, സവാള ഇടുക, വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില എല്ലാ സാധനങ്ങളും ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കാരണം അതിൻ്റെ പച്ച ഇതൊക്കെ ഒന്ന് മാറി ഒന്ന് വാടി വരെ ചെറിയൊരു ബ്രൗൺ കളറാവും. അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. സോ ഞാനിവിടെ തക്കാളിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. കാരണം എനിക്ക് തക്കാളി മിക്ക കറിലും ഞാൻ തക്കാളി ഇടാറുണ്ട്. നിങ്ങൾക്ക് ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. ഇനി നമുക്ക് പൊടികൾ ഇടാം. ഇതിൻ്റെ അകത്ത് മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാല, കാശ്മീരി, മഞ്ഞൾപ്പൊടി, ഇത്രയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ആ മസാലയുടെയൊക്കെ ഒരു പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്ക് ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള കൂന്തലിട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് കുക്കറിൽ ഒരു വിസിൽ അടുപ്പിക്കാം. ഫൈനലി നമ്മുടെ കൂന്തൽ റെസിപ്പീസ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ചോറിന് കഴിക്കാൻ ഇത് മാത്രം മതി. ബൈ ബൈ.